ചേട്ടൻ സുന്ദരനാകാനുള്ള കാരണം എന്താണ്? എന്റെ സക്സസ് സ്റ്റോറിയുടെ തുടക്കം അതിനൊരൊറ്റ വാക്കേ ഉള്ളൂ. ബ്രോ, ഡു യു ഹാവ് എ ബിഗ്ഗസ്റ്റ് ഫിയർ? യെസ് ഗൈസ്, എനിക്ക് ബിഗ്ഗസ്റ്റ് ഫിയർ ഉണ്ട്. Hey guys, welcome back to another kiddilem episode of the best entertaining show, Vlogstar Vishnu. കുറേ നാളായി ഗൈസ് വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ സ്റ്റാർട്ടിങ് ട്രബിളും എനിക്കുണ്ട് ഗൈസ്. നിങ്ങളൊക്കെ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അടിപൊളിയും. അങ്ങനെയൊന്നുമല്ല ഗൈസ്, എല്ലാവരെയും പോലെ എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉള്ള മനുഷ്യരൊക്കെ തന്നെയാണ് ഈ വ്ളോഗേഴ്സും. എവിടെ ചെന്നാലും നമുക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും, പക്ഷെ നമ്മളിതാ എടുത്തു വിടുന്നു, അടിച്ചു കയറുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ദുരുദ്ദേശം എന്താണ്? Q&A ആണ് നമ്മുടെ ദുരുദ്ദേശം. അതായത് ഒരാഴ്ച മുമ്പ് ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഗൈസ്. മഴ പോലെ വീഴ്ച അടിക്കാണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. അപ്പോൾ 1500ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. 24 മണിക്കൂറുണ്ട്. അപ്പോൾ ഈ 1500 ചോദ്യങ്ങൾക്കൊന്നും ഒറ്റയടിക്ക് നമുക്ക് 10 മിനിറ്റ് വീഡിയോയിൽ തീർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ചോദ്യങ്ങൾ എടുത്തായിരിക്കും ഞാൻ ഈ പ്രാവശ്യം ഉത്തരം തരാൻ പോണ ഗൈസ്. സെപ്റ്റംബർ 19-ാം തീയതിയാണ് നമ്മുടെ വീഡിയോ ഇട്ടത്. അപ്പോൾ എനിവേ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റോറിക്ക്. ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അതുപോലെ കുറേ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഗൈസ്. 40 രൂപ, 20 രൂപ, 100 രൂപ, 500 രൂപ, 50,000 രൂപ തരാൻ വരെ ചോദിച്ച ചോദ്യങ്ങളിനകത്തുണ്ട്. ആദ്യത്തെ ചോദ്യം നമുക്ക് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം അല്ലേ? ഡോൾ സ്റ്റോപ്പർ ആണ്. ഗൈസ്, അങ്ങനെ മെസ്സേജ് വന്നിരിക്കുന്നത് ആദിത്യ 32 എന്ന് പറയുന്ന പ്രൊഫൈലാണ്. ചോദിച്ചേക്കുന്നത് അബൌട്ട് യുവർ കോളേജ് ലൈഫ്. ഞാൻ കോളേജ്, അതായത് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ് ഗൈസ്. ഓൾ പാസ് ഔട്ട് ആണ്. ഞാൻ പാസ്സായിട്ടുണ്ട്. 2015-16 അങ്ങാണ്ടാണ് ഗൈസ് ഞാൻ ഫുള്ള് പാസ് ഔട്ട് ആയത്. ഞാൻ പഠിച്ചത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ്. ഏറ്റവും ബെസ്റ്റ് തിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ കോളേജിൽ വാങ്ങിയിട്ടില്ല. വാങ്ങാൻ പോകും ഗൈസ്. ഞാൻ എന്തായാലും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് സ്ഥിതിക്ക് നമ്മൾ ഒരുമിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകും. കോളേജ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ് എന്റെ ലൈഫിലേക്ക് ഡോൾസ് വന്നു എന്നുള്ളതാണ്. എന്താണ് ഡോൾസ്? ഇതായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ മനസ്സിൽ. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പിന്നെ പറയുന്നത്. ഓക്കെ, അപ്പൊ കോളേജ് ലൈഫ് അതാണ്. ഞങ്ങൾ ഒരുപാട് കോളേജ് ലൈഫ് ഒന്നും എൻജോയ് ചെയ്ത ആളുകളല്ല, ബട്ട് എന്നാൽ പോലും ഒരുപാട് നല്ല കൂട്ടുകാരുണ്ടായിരുന്നു ഗൈസ്, സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആ സുഹൃത്തുക്കളും ഹോസ്റ്റൽ ലൈഫും പിന്നെ ഞങ്ങളുടെ ലവ് ലൈഫൊക്കെ അടിപൊളിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്തായിരിക്കും രണ്ടാമത്തെ ചോദ്യം? നസീമ കബീർ, ലവർ ആരാ, പേര് പറ. ഞാൻ മാരീഡ് ആണ്. എനിക്ക് വൈഫുണ്ട്. എനിക്ക് 4 വയസ്സുള്ള ഒരു മോളുണ്ട്. മൂന്നാമത് എൻ്റെ അമ്മയും എൻ്റെ ലവാണ്. അങ്ങനെ ഈ 3 പേരാണ് ഗൈസ് എൻ്റെ ലവർ. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയി സ്മൈൽ ഫേസ് ആയിട്ട് ഇരിക്കാനുള്ള മെയിൻ റീസൺ എന്താണ്? ബി ഹാപ്പി ഓൾവേസ്. Kill them with your success, bury them with your smile. ആർക്കും ഒരിക്കലും 100% ഹാപ്പി ആവാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കുള്ളതിനെ പറ്റി നമ്മൾ ആലോചിക്കുക. നമുക്കുള്ളത് കൊണ്ട് നമ്മൾ സന്തോഷമായി കഴിഞ്ഞാൽ ഗൈസ്, എവ്രിവൺ ക്യാൻ ബി ഹാപ്പി and everyone can smile. ചേട്ടൻ സുന്ദരനാകാനുള്ള കാരണം എന്താണ്? എൻ്റെ ചുറ്റുമുള്ളവരാണ് ഗൈസ്. നിങ്ങളുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട് ഗൈസ്. നിങ്ങൾ എന്നെ അടിപൊളിയായി കാണുന്നത് കൊണ്ടാണ് ഞാൻ അടിപൊളിയാവണത്. അതുപോലെ ഞാൻ നിങ്ങളെ കാണുന്നതെല്ലാം അടിപൊളിയായിട്ടാണ്. അപ്പം നിങ്ങൾ അടിപൊളിയാവും, ഞാൻ അടിപൊളിയാവും. വി ആർ ആൾ ബ്യൂട്ടിഫുൾ. ആൻഡ് വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് കോംപ്ലിമെന്റ് യു ക്യാൻ ഗിവ് ടു സമ്മൺ? ഗൈസ്, എന്ത് ചെയ്താലും ലൈഫിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണോ അത് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, ചേട്ടൻ എങ്ങനെ ഇത്ര എനർജി ആയിട്ടിരിക്കാൻ പറ്റണം, ചേട്ടൻ എങ്ങനെയാണ് ഈ ഫുൾ ടൈം എല്ലാവരും ഇത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണം, സ്പോട്ടിൽ പോയി എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റണം? ഗൈസ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്കത് ഭയങ്കര എൻജോയ്മെന്റാണ്. ഒരു ജോലി ചെയ്യുന്നതായിട്ട് അത് തോന്നാറില്ല ഗൈസ്. ഭയങ്കര രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻജോയ് ചെയ്യുന്നു. എന്നാൽ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അവിടെ എനിക്കൊരു എൻജോയ്മെന്റ് കാണത്തില്ല ഗൈസ്. സോ നമ്മുടെ പിള്ളേരും അതുപോലെ ആയിരിക്കണം. സോ ഇഷ്ടം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, ടാലന്റിന് പുറകെ പോവുക. ബ്രോ, ഡു യു ഹാവ് എ ബിഗ്ഗസ്റ്റ് ഫിയർ? വാട്ട്സ് ഇറ്റ് ഗൈസ്? എനിക്ക് ബിഗ്ഗസ്റ്റ് ഫിയർ ഉണ്ട്. എനിക്ക് എപ്പോഴും ഉള്ള ഒരു പ്രശ്നം ഞാൻ പറയാം. എൻ്റെ ബിഗ്ഗസ്റ്റ് ഫിയർ, നമ്മൾ പറയുന്ന കാര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവർ മനസ്സിലാക്കാത്ത, അതായത് കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ, നമ്മൾ പറയുന്നതായിരിക്കത്തില്ല ചിലപ്പോൾ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്ക് ഭയങ്കര നെഗറ്റീവ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യണം. പക്ഷെ നമ്മൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും പറയണേ, നമ്മൾ നല്ലതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ ഫീൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ആയിരിക്കത്തില്ല. അതൊരു ഭയങ്കര ഫിയർ ആണ് ഗൈസ്. ബ്രോ, പത്തനംതിട്ടയ്ക്ക് വരുവോ, ട്രിവാൻഡ്രം വരുവോ, കോട്ടയത്തേക്ക് വരുവോ, ചേട്ടൻ എന്നാ ചങ്ങനാശ്ശേരിക്ക് വരിക? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു. എല്ലാ സ്ഥലത്തേക്കും നമ്മൾ വരും, 1 by 1 ആയിട്ട് നമ്മൾ എല്ലായിടത്തേക്ക് വരും. സ്റ്റോറി ഓഫ് യുവർ സക്സസ് ഗൈസ്, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മെസ്സേജ് ആണ്. വാട്സ്ആപ്പ്
അക്യൂറി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് എനിക്ക് ആ മെസ്സേജ് വന്നേക്കുന്നത്. സ്റ്റോറി ഓഫ് യുവർ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സക്സസ് സ്റ്റോറിയുടെ തുടക്കം അതിനൊരൊറ്റ വാക്കേ ഉള്ളൂ, ഫേസ് ദ ഫെയിലിയർ ആൻഡ് ലീവ് ലൈക്ക് എ കിങ്. തോക്കാൻ പേടിയില്ലാതെ തോറ്റുകൊണ്ടേയിരിക്കുക. ഡ്രീം എന്താണോ അതിനു വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ തോക്കും ഗൈസ്. തോക്കുക, തോറ്റ് 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 മുന്നോട്ട് വെക്കോ. ഒരു ഡേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തും. എത്തുന്ന ദിവസം യു വിൽ ബി ദ കിങ് ഗൈസ്. സോ ലിവ് ലൈക്ക് എ കിങ്. ഞാൻ അടുത്ത ടാറ്റു അടിക്കാൻ പോകുന്നത് അതാണ്, ലിവ് ലൈക്ക് എ കിങ്. നമ്മുടെ കാറിൽ അടിക്കണമെന്നുണ്ട്. അങ്ങനെ കുറെ സക്സസ് സ്റ്റോറീസ് റിലേറ്റഡ് ആയിട്ടുള്ള വേർ ആർ യു ഫ്രം കൊല്ലം ഫ്യൂരി കൊല്ലക്കാരനാണ് ഗൈസ്. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗൈസ്. ഏട്ടന്റെ കല്യാണം കഴിഞ്ഞോ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അങ്ങനെ ഫാമിലി റിലേറ്റഡ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈഫുമായിട്ട് ഡാൻസ് കളിക്കൂ പ്ലീസ്, വൈഫിന്റെ കൂടെ വീഡിയോ എടുക്കുവോ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഗൈസ്. അപ്പം എൻ്റെ ഫാമിലി ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ പപ്പ, അമ്മ, അനിയൻ, വൈഫ്, മോള്, വൈഫിന്റെ എന്റെ വൈഫ്, അതാ ഞാൻ പറയാവുന്നത് ഗൈസ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൊച്ചു ഫാമിലിയാണ് ഗൈസ്. ഒരാളോടുണ്ട് ഗൈസ്, ഞങ്ങളുടെ പെറ്റാള്. എത്ര വർഷമായി? 8 വർഷമായിട്ട് ഞങ്ങളോടുള്ള ഒരു ലാബ്രഡോർ ഡോഗാണ്. ഞാൻ ഫോട്ടോ ഇവിടെ കാണിച്ചേക്കാം ഗൈസ്. ഗൈസ് അപ്പൊ കുറെ ചോദ്യങ്ങളുണ്ട്. കൂർഗിലേക്ക് വരുമോ? വാട്ട് ഈസ് യുവർ ഫാദേഴ്സ് നെയിം? മുരളീധരൻ. മുരളീധരൻ, അതാണ് ഗൈസ് എന്റെ ഫാദേഴ്സ് നെയിം. ആദ്യത്തെ മെസ്സേജും ഏറ്റവും അവസാനത്തെ മെസ്സേജ് നോക്കാം. ഓക്കെ, കമോൺ മാൻ, കമോൺ മാൻ. ഞാൻ നിങ്ങളെ ആരെയും പറ്റിക്കത്തില്ല ഗൈസ്. അതുകൊണ്ട് ആദ്യത്തെ മെസ്സേജ് നിങ്ങൾ തന്നെ കണ്ടോ. ഇടി എത്തുന്നില്ലടി, 1500 കൂടുതലുണ്ടാ ഗൈസ്. പക്ഷെ എന്തായാലും ഫസ്റ്റ് മെസ്സേജ് നമ്മൾ ഈ ഒരു Q&A ഇട്ടിട്ട് ഫസ്റ്റ് മെസ്സേജ് മീ വൈശാഖ് 143. പുള്ളിക്കാരൻ ഒരു തീ ആണ് ഗൈസ് ഇട്ടേക്കുന്നത്. എഡിറ്റർ സ്ക്രീൻ നിർത്തി തീ കൊടുക്കൂ. അതിന് തൊട്ട് മുകളിൽ ഇട്ടേക്കുന്നത് മിസ്ട്രിക് ട്യൂട്ടർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. വടേര വരുവോ? വടകരയാണോ ഗൈസ്? അത് എനിക്കൊന്ന് ക്ലിയർ ചെയ്യുക ഗൈസ്. നിങ്ങൾ കയറി ഒന്ന് പറയാം. വടേര വരുവോ എന്നാണ് കിടക്കുന്നത്. 100% നമ്മൾ എല്ലാ സ്ഥലത്തും വരും ഗൈസ്. നിങ്ങൾ ഏതൊക്കെ പ്ലേസ് ഇട്ടുണ്ടോ അവിടെ എല്ലാം വരും, ഡേ ബൈ ഡേ. പക്ഷെ നമുക്ക് അതിന് ടൈം വേണം, ഓരോ ദിവസം ഓരോ പോർഷനിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ആണെങ്കിൽ നാളെ ട്രിവാൻഡ്രം ചാർട്ടഡ് ആണ്, എറണാകുളത്തേക്ക് വരുന്നുണ്ട്, ആലപ്പി വരുന്നുണ്ട്, കോട്ടയം വരുന്നുണ്ട്, ചങ്ങനാശ്ശേരി വരുന്നുണ്ട്, മലപ്പുറം, വയനാട്, തൃശ്ശൂർ, എല്ലാ പാട്ടിലേക്കും വരുന്നുണ്ട്. ഒരു ഓൾ കേരള ട്രിപ്പ് തന്നെ നടത്താനുള്ള തീരുമാനത്തിലാണ് ഗൈസ് ഞാൻ. അപ്പം വി വിൽ മീറ്റ് ഗൈസ്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറി നിങ്ങൾ ഡു വാച്ച് ചെയ്യുക. അതുപോലെ ചെറിയ മിനി വ്ളോഗ്സ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടുമായിരിക്കും. അപ്പം എന്താ പറയുക, ഞാൻ എവിടെയാണ്, എങ്ങോട്ടാണ് വരാൻ പോകുന്നതെന്നൊക്കെ ഒരു അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടും. ഡു ഫോളോ ഇൻസ്റ്റാഗ്രാം